എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗീ റൈസിൻ്റെയും അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണെന്ന് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കാനുണ്ട്, അതൊന്ന് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. മെഷർമെൻ്റ് എല്ലാം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റത്തേക്ക് വെക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അരി എടുക്കാം. ഞാൻ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നികര വെള്ളം ഒഴിച്ച് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇനി ഞാനൊരു 15 കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും നമുക്കൊരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിലേക്ക് നന്നായിട്ട് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത സവാള ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. അപ്പോൾ സവാള ഒരുപാടങ്ങ് ഫ്രൈ ആവുന്നത് വരെ നമ്മൾ എണ്ണയിൽ ഇട്ടേക്കാൻ പാടില്ല. ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റി വെക്കണം. കാരണം അത് ആ ചൂടിലിരുന്ന് കുറച്ചും കൂടി ഫ്രൈ ആവും കേട്ടോ. അതുപോലെ ഇത് പാത്രത്തിലിട്ട് നന്നായി നിരത്തി വെക്കണം. ഇതുപോലെ കൂട്ടി ഇങ്ങനെ തന്നെ വെച്ചേക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയി പോവും. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ അത് നന്നായിട്ട് നിരത്തിയിടണം കേട്ടോ. ഇനി അതേ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂസും റൈസിൻസും കൂടി വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ഗീ റൈസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഒന്നും ഒരുപാട് എണ്ണയിലിട്ട് അങ്ങ് മൊരിച്ച് കളയാൻ പാടില്ല കേട്ടോ. ഒരുപാട് അങ്ങ് ഗോൾഡൻ കളർ ആവുന്നതിന് മുമ്പ് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ ഈ 750 ഗ്രാം ചിക്കനും ഒരുമിച്ച് തന്നെ ഈ എണ്ണയിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തൊന്നും എടുക്കണ്ട. ഒരുമിച്ച് എണ്ണ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ റിലീസായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മിക്സാക്കി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മളൊന്ന് കുക്ക് ചെയ്യണം. എണ്ണ തെളിഞ്ഞ് ആ എണ്ണയിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ റൈസിൻ്റെ പ്രിപ്പറേഷൻസ് കൂടി ചെയ്യാം. അതിനായിട്ട് ഒരു വലിയ പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ, വലിയൊരു ടേബിൾ സ്പൂണാണ് കേട്ടോ, അതിൽ നിറയെ ഗീ ഒഴിച്ചിട്ടുണ്ട്, നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണം കേട്ടോ. ഒന്ന് നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഒന്ന് സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് ഒന്ന് വഴറ്റണം. ഇതിൻ്റെ ഈ സവാളയുടെ കളർ ഒന്നും മാറിപ്പോകാൻ പാടില്ല കേട്ടോ. സവാളയുടെ കളർ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസിൻ്റെ കളറും ചെറിയായിട്ട് മാറ്റം വരും കേട്ടോ. ഇനി നമുക്ക് സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് ഇതിലൊരു മേജർ പാർട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ റൈസ് നമ്മൾ നന്നായിട്ട് ഈ ഒരു നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു അംശം എല്ലാം മാറി ആ റൈസ് നന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നത് വരെ, അതുപോലെ നല്ലൊരു മണവും വരും കേട്ടോ റൈസ് ഫ്രൈ ആയതിൻ്റെ. അതുവരെ നമ്മൾ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 4.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം, അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ ചേർക്കേണ്ടത്. ഇനി റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് ചേർക്കണം. കാരണം റൈസ് നമ്മൾ ആ വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം. ആ രീതിയിൽ വെള്ളം ചേർത്താലേ റൈസിന് കറക്റ്റായിട്ടുള്ള വെള്ളം ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ അതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ചിക്കൻ ഒന്ന് ശ്രദ്ധിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അതൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. അപ്പോൾ റൈസിലെ വെള്ളം ഒന്ന് കുറഞ്ഞ് ഈ ഒരു അളവിലെത്തുമ്പോഴേക്കും നമ്മൾ ഇനി ഇതിൻ്റെ ഫ്ലെയിം ലോയിലേക്കാക്കണം. ഇനി ഫുൾ കുക്കിങ്ങും ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ് നമുക്കൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കാഷ്യൂവിൻ്റെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ജാറിലേക്ക് തന്നെ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി ആയിരുന്നു കേട്ടോ. ആ തക്കാളി ഒന്ന് നന്നായിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി മാറ്റി വയ്ക്കാം. ഇത് രണ്ടും നമ്മുടെ ചിക്കൻ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ആ ചിക്കൻ ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് ആ ചിക്കൻ ആ എണ്ണയിൽ കിടന്ന് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം.
ചിക്കൻ കണ്ടോ ഒരുപാടങ്ങ് മുരിഞ്ഞൊന്നും പോയിട്ടില്ല, എന്നാൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള സ്ലൈസ് ചെയ്തെടുക്കണം കേട്ടോ. അതാണ് കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ എപ്പോഴും നമ്മൾ സവാള സ്ലൈസ് ചെയ്താണ് എടുക്കേണ്ടത്. ഇനി സവാള വേഗം വഴണ്ടി കിട്ടാൻ കുറച്ച് ഉപ്പും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വഴറ്റിക്കോളൂ. അതിനുശേഷം നമ്മളൊരു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വഴറ്റണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ റൈസ് ആ വെള്ളം എല്ലാം കറക്റ്റ് വറ്റി നമ്മുടെ റൈസ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ സമയത്ത് ഫ്ലെയിം കുറയ്ക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ വെള്ളം വേഗം വറ്റിപ്പോവുകയും ചെയ്യും, റൈസ് വേവാതെ കിടക്കുകയും ചെയ്യും. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ റൈസ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുഞ്ഞു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആ നെയ്യിലിട്ടേ. അതിനുശേഷം ആ നെയ്യും കറിവേപ്പിലയും കൂടി നമ്മുടെ റൈസിൻ്റെ മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഈ റൈസിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് അത് വേറൊരു ലെവലാണ് കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് സവാള ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കണം. നമുക്ക് കുറച്ച് സവാള നമ്മുടെ റൈസിലേക്ക് വേണം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവൻ സവാള ഇതിലേക്ക് ചേർക്കേണ്ട, കുറച്ച് സവാളയും അതുപോലെ ബാക്കി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കിത് കവർ ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ഒരു 5 മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് കവർ ചെയ്ത് വെച്ചിരുന്നാൽ മതി. കാരണം ആ റൈസിന് നല്ല ചൂടുണ്ട്, അത് മതിയാവുമേ. അപ്പോഴേക്കും നമ്മുടെ ചിക്കനുള്ള സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, മെഷർമെൻ്റ് എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന സവാള വറുത്തതുണ്ടല്ലോ, അത് ജസ്റ്റ് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും അതിൽ കുറച്ച് എണ്ണയുണ്ട്, അതും കൂടിയൊക്കെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാടിട്ട് മിക്സ് ചെയ്താൽ പൊടിഞ്ഞു പോവും. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കറിയുടെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവി വേണം, കാരണം റൈസിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ കുറച്ച് ഗ്രേവി വേണമെന്നുള്ളതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഈ വെള്ളം ചേർക്കുന്ന ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂസിൻ്റെ പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇതേ രീതിയിൽ നിങ്ങൾ ഗീ റൈസും ചിക്കൻ കറിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.